ചന്ദ്രപക്ഷത്തേക്ക് സ്വാഗതം. കേവലവും സൂക്ഷ്മവുമായ ബോധം അഥവാ ബ്രഹ്മൻ ഒരു വേള സ്വീകരിച്ച സ്ഥൂല ഭാവമാണ് ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചം. അതിലെ ഓരോ കണികയിലും ബ്രഹ്മന്റെ സാന്നിധ്യമുണ്ട്. ഈശാവാസ്യമിതം സർവം എന്ന് ഈശാവാസ്യോപനിഷത്ത് ഉദ്ഘോഷിക്കുന്നത് അതുകൊണ്ട് തന്നെ. അതായത് ഈശ്വരന്റെ ഒരു മായാലീല അല്ലെങ്കിൽ ഒരു കളിയായിട്ടാണ് ഈ പ്രപഞ്ചത്തെ വിവക്ഷിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രയത്നങ്ങളൊന്നുമില്ലാത്ത അവസ്ഥയിൽ മനുഷ്യനും ഇത് തന്നെ ചെയ്യുന്നു. സൂക്ഷ്മ ലോകത്തിന്റെ അതേ ഭാവത്തിൽ മാത്രമേ അതിൻ്റെ ഉൽപ്പന്നമായ മനുഷ്യനും പെരുമാറാൻ കഴിയൂ. പ്രത്യുൽപാദനപരമല്ലെങ്കിലും മനുഷ്യനും പല കളികളിലും ഏർപ്പെടുന്നത് ഇങ്ങനെയുള്ള ഒരവസ്ഥയിലാണ്. സ്റ്റേറ്റ് ഓഫ് ഇനേർഷ്യ, ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥ. അപ്പോൾ മനസ്സിനെയും ശരീരത്തെയും ഊർജ്ജസ്വലമാക്കാനുള്ള ഒരു പ്രക്രിയയായിട്ടാണ് കളികളെ മനസ്സിലാക്കുന്നത്. ശാരീരിക പ്രയത്നം ആവശ്യമുള്ള എല്ലാ കളികളിലും വീഴാനും പരിക്ക് പറ്റാനും ഒക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. എന്നാൽ അതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുകയാണ് കളിക്കാർ ചെയ്യുന്നത്. കളിക്കളത്തിൽ പറ്റിയ പരിക്കിന് പകരം ചോദിക്കാനോ അതിന് കാരണക്കാരായവരെ തേടി പോകുവാനോ പ്രത്യാക്രമണം നടത്തുവാനോ ഒന്നും തന്നെ സാധാരണ കളിക്കാർ പ്രയത്നിക്കാറില്ല. ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റാണ് ജീവിതത്തിലും ആചരിക്കേണ്ടത്. പശ്ചാത്താപം, നഷ്ടബോധം ഒന്നും തന്നെ വരുന്നതല്ല. അങ്ങനെയെങ്കിൽ ഈ തരത്തിലുള്ള ബോധവൽക്കരണം പഠനകാലത്ത് തന്നെ കുട്ടികൾക്ക് കൊടുക്കേണ്ടതുമാണ്. എല്ലാവരും ഈ ഒരു മാനസിക നിലയിൽ വർത്തിച്ചാൽ തന്നെ സമൂഹത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ പ്രകടമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഹരി ഓം.